അവന്റെ സംബന്ധിച്ച് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് അവൻ 11 മാസത്തിൽ നടന്നതാ. അമ്മൂമ്മ വേദു അല്ലെങ്കിൽ എല്ലാ ഗ്രാൻഡ് ചിൽഡ്രനും വേണ്ടി ഒരു പാട്ട് 4 വരി പാടും. ഫിനിഷ് ആയിട്ട് ഒരു ഡാൻസിങ് ഇളനീർ പുഡിങ്. ഇതുപോലെ ഡാൻസ് ചെയ്യോ? ഇതുപോലെ ജോജിൻ ഡാൻസ് ചെയ്തതുപോലെ. എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് മമ്മിക്ക് കാലിന് എന്ത് പറ്റിയെന്ന്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് 20th ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് വേദുവിന് സ്കൂൾ അവധിയാണ്. എന്താ കാരണം നോക്കിയപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ഡേ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ഇന്നൊന്നുമല്ല, സെപ്റ്റംബറിലെങ്ങാണ്ടാണ്. പക്ഷേ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ഇന്ന് വേദുവിന് അവധി കിട്ടിയത് കൊണ്ടും ചോയ്സ് സ്കൂൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഗ്രാൻഡ് പാരന്റ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അമ്മേനോടും ഡാഡിനോടും മമ്മീനോടൊക്കെ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അങ്ങനെ കുറച്ച് നല്ല മൂവ്മെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഹോംലി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇപ്പം വീട്ടിലാണ്, പക്ഷെ അമ്മയുടെ ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ വെളിയിൽ പോയിരിക്കുകയാണ്. നമ്മുടെ ജോജിന്റെ ഫാമിലി എല്ലാവരും ഇന്ന് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട്. അവരിന്ന് ഒരു ദിവസത്തേക്കേ വന്നിട്ടുള്ളൂ. സോ അതിന് അവരെ പോയി കാണാം. എന്നിട്ട് പിന്നെ മമ്മി ഡാഡിയൊക്കെ പോയി കണ്ടിട്ട് നമുക്ക് എല്ലാവരുടെ ഒരു എക്സ്പീരിയൻസ് നോക്കാം. വേണമെങ്കിൽ ജോജിന്റെ അമ്മേനോടും ചോദിക്കാം ഗ്രാൻഡ് മദറിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ഒരു ഫാമിലി ലവിങ് വ്ളോഗ് ആയിരിക്കും. അതായിരിക്കും ഇന്നത്തെ പരിപാടി. എല്ലാ ഗ്രാൻഡ് പാരന്റ്സിനും എന്താ ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ. ആരെ കാണാനാ പോകുന്നേ? പിന്നെ പിന്നെ അതാണ് ഇത്ര ഹാപ്പി. ടോയ്സ് ഒക്കെ എടുത്ത് ഷോ കാണിക്കാൻ പോവല്ലേ? ആ ഓക്കെ, മതി മതി മതി. ആ ലാസ്റ്റ് ആണേ, ബാ. ഇതൊക്കെ വേദുവിന്റെ ടോയ്സ് ആണ്. ബാക്കിയൊക്കെ ബെഡിന്റെ അടിയിൽ ഒരു 10 പെട്ടി വേറെ ഇരിക്കുന്നുണ്ട്. ഫുൾ വേദുവിന്റെ ടോയ്സ്. ആ പോ പെട്രോൾ ടവർ വാങ്ങിയിട്ട് കളിക്കുന്നുണ്ടോ? അതും ഇല്ല. ഉണ്ടോ? ഓക്കെ. ഇന്ന് ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആണ്. ഇത് അമ്മൂമ്മയ്ക്ക് പറയണം, അമ്മൂമ്മ ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ എന്ന് പറഞ്ഞ് ഇത് കൊടുത്തിട്ട് ഹഗ് ചെയ്തൊരു ഉമ്മ കൊടുക്കണം. ഓക്കെ, പോ. പറ എന്താന്ന്, എന്തിനാ സോപ്പ് ഇടുന്നേ? ഇന്ന് ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആണ്. അങ്ങനത്തെ ഒരു ഡേ ഉണ്ടെന്ന് അറിയായിരുന്നോ? വേദ ഇവിടെ വാ, ഇവിടെ വാ. ഗ്രാൻഡ് പാരന്റിന് എന്താ തരുന്നേന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. വേദ വാ, എന്താന്ന് വിചാരിച്ചോ? അമ്മൂമ്മയുടെ കൂടെ പോയിരിക്കും. പോ. ഞാൻ വിചാരിച്ചു വേദുവിനെ കുറിച്ചുള്ള ഒരു നല്ല മെമ്മറി ഷെയർ ചെയ്യാനായിട്ട്. എന്താണ് ഒരു ഗ്രാൻഡ് പാരന്റ് ആയതിന്റെ ഒരു ഫീല് വേദു എടുത്ത്? ആ, വിത്ത് വേദു. ആ, ഓക്കെ ഓക്കെ. വെപ്രാളമാണോ അതോ ഇവന് ഒരു ബാഡ് ബോയ് ആണോ ഗുഡ് ബോയ് ആണോ? അയ്യോ മുത്തല്ലേ, നല്ല മെമ്മറി ഷെയർ ചെയ്യ. വേദു പോയി ടോയ്സ് എടുത്ത് അമ്മൂമ്മ ഷെയർ ചെയ്യട്ടെ. അമ്മ ആലോചിച്ചെടുക്കണം 5 വർഷം മുമ്പേ ഉള്ളത് വരെ. 5 വയസ്സായില്ലേ? ഏതെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്താൽ മതി. മെമ്മറി എന്ന് പറയാൻ അവൻ ഇപ്പൊ ഞാനും ഫ്രീ ഇല്ലാത്തപ്പോ അവന് ഇവിടെ നോക്കിയാ ഒറ്റയ്ക്ക് ആദ്യമായിട്ട്. അതൊക്കെ എനിക്ക് നല്ല യൂസ്ഡ്, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഒരു നല്ല മെമ്മറി വല്ലതും ഉണ്ടോ? നല്ല മെമ്മറി വെച്ചാൽ അനുസരണ ഉണ്ടായിരുന്നു. പറഞ്ഞ കേൾക്കും, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു. അന്ന് ഓക്കെ അമ്മുമ്മ വേദു കഴിക്കാം, അന്ന് ഓക്കെ അമ്മുമ്മ ഞാൻ അത് ചെയ്യാം, എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവന്റെ മുഖം അപ്പം മാറും, ഭയങ്കര ഇതാ. പിന്നെ അവന്റെ സംബന്ധിച്ച് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് അവൻ 11 മാസത്തിൽ നടന്നതാ. അല്ല, അത് ഫസ്റ്റ് ഞാനാ കണ്ടത്. നിങ്ങൾ മുറിയിലായിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം അവിടെ പിടിച്ചു നിൽക്കുമായിരുന്നു അവൻ ടേബിളില്. അപ്പൊ ഞാൻ പറഞ്ഞു വേദു ഇന്നാന്ന് പറഞ്ഞ എന്തോ കാണിച്ചപ്പോ അവൻ ഇങ്ങനെ കൈവിട്ടിട്ട് അത് വാങ്ങാൻ വന്നു. നല്ല രസമുണ്ട്, ഫുട്ബോൾ പോലെ ഉരുണ്ട് ഒരു 10 സ്റ്റെപ്പ് വെച്ചു. ദൈവമേ, എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പൊ ഞാൻ ദിലു ഓടി അതേ വേദു നടന്നു. അപ്പോഴാണ് നിങ്ങൾ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ അതൊരു അത് ഒരിക്കലും ഞാൻ മറക്കില്ല. ആ സൈറ്റും അതുമല്ല, ഞാൻ ഫസ്റ്റ് കണ്ടതും ഞാൻ വിളിച്ചപ്പോ വന്നതും പെട്ടെന്നായിരുന്നു. അതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ നടക്കുന്നു. അത് പിന്നെ കുറേയുണ്ട്. പിന്നെ വെച്ചാല് എന്ത് പുറത്തുനിന്ന് നീയോ ആര് ഫ്രണ്ട്സോ റിലേറ്റീവ്സ് അവന് എന്ത് കൊടുത്താലും ആദ്യം കൊണ്ടുവന്ന് അവനത് പാക്കറ്റ് തുറക്കുവോ ഇല്ലെങ്കിൽ എന്നെ കാണിച്ചാലേ അവന് സമാധാനമുള്ളൂ. അമ്മ കണ്ട ഒരു പൂവായാലും അമ്മുമ്മ സ്കൂളിൽ നിന്ന് കിട്ടി. ഇന്ന് ആദ്യം ബാഗിൽ നിന്ന് തുറന്ന് എന്നെ കാണിച്ചിട്ടേ നിങ്ങളുടെ അടുത്ത് വരത്തുള്ളൂ. അതൊക്കെ ഭയങ്കര ഒരു മനസ്സിന് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് 4 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. ബാക്കി 3 കണ്ടിട്ടില്ല. 2 പേരിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇതുപോലെ ഒന്നും അല്ല. ഒരാള് ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്,
പിന്നെ ഒരാളിപ്പോ 9th-ലാണ്, പിന്നെ ഒരാള് വേദുവിന്റെ പ്രായം, വേദുവിനെക്കാട്ടി 1 വയസ്സ് മൂത്തത്. 1 വയസ്സില്ല, 4 മാസം. 4 വയസ്സ് മാസം മൂത്തത്. അവരെയൊക്കെ നമുക്ക് ഇനി അടുത്ത തവണ കാണാം. പിന്നെ അതില് എന്താ ഇതേപോലെ തന്നെ നിരഞ്ജ മൂത്ത മോനും ധന്യയുടെ മൂത്ത മോനുമായിട്ടാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. മറ്റു 2 പിള്ളേരുടെയും ഡെലിവറിക്കൊന്നും പോകാൻ പറ്റിയില്ല, അപ്പായിക്ക് വയ്യായിരുന്നു, അങ്ങനെ പല അസൗകര്യങ്ങളുണ്ടായിരുന്നു. അവർക്കും ഇപ്പോഴും അമ്മുമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ. എന്തെങ്കിലും കിട്ടിയ അമ്മുമ്മ വലിയ ക്രെഡിറ്റിൽ ഇങ്ങനെ വിളിച്ച് പറയും. അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് കിട്ടേണ്ട ഒരു ഗിഫ്റ്റ് അതാണല്ലോ, അല്ലാണ്ട് മെറ്റീരിയൽ ആവുമെന്നല്ലല്ലോ അല്ലല്ലോ. പിള്ളേർ ഓർക്കുന്ന ഭയങ്കര കാര്യ. 4 കൊച്ചുമക്കൾക്കും എന്റെ വിശ്വാസം കണ്ട എനിക്ക് തന്നത് എന്താന്ന് മുട്ട, ഒരു ടോയ് എഗ് തല്ലിപ്പൊളിച്ചക്കൻ. അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യ, എന്തായാലും അമ്മ സ്കൂളില് 1 ലക്ഷം പാട്ട് പാടിയ ആളാ. ഒരു വേദുന് 1.25 എന്നാ ഓക്കെ. 1.25 ലക്ഷം ശരിക്കും ഉണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞതാ. 110K റെക്കോർഡിങ്സ് കഴിഞ്ഞു. എനിക്ക് അത്ര വീഡിയോ പോലും ഇല്ല യൂട്യൂബർ ആയിട്ട്. അപ്പൊ അമ്മ ഒരു പാട്ട് വേദു ഡിസ്റ്റർബ് ചെയ്യില്ല. അമ്മൂമ്മ വേദു അല്ലെങ്കിൽ എല്ലാ ഗ്രാൻഡ് ചിൽഡ്രനും വേണ്ടി ഒരു പാട്ട് 4 വരി പാടും. ഒന്നാമത് ചുമ വേഗം പാട്, കുഴപ്പമില്ല. വേദു ചിരിക്കരുത്. അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതാന്ന് വെച്ചാൽ നമ്മുടെ ദേശാടനം എന്ന് പറഞ്ഞ സിനിമ, വിജയരാഘവന്റെ. അതിലെ യേശുദാസ് പാടിയ ഒരു ഭയങ്കര ടച്ചിങ്, ഏത് പാരന്റ്സിനും പാരന്റ്സിനും ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ട്. അമ്മയ്ക്കും അച്ഛനും ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ ഓർക്കാം. പക്ഷെ അത് എനിക്ക് പാടാൻ അറിയാം, പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ ഒച്ച എങ്ങനെ വരുന്നത് എനിക്കറിയാം. സ്കൂളിൽ ഒരുപാട് പാടിയിട്ടുണ്ട്. അയ്യോ താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ, പൊന്നുമ്മ നൽകിയാലേ ഉണരാറുള്ളൂ, കഥയൊന്നു കേട്ടാലേ ഉണ്ണാറുള്ളൂ, എൻ്റെ കൈത്തുമ്പ് പിടിച്ചേ നടക്കാറുള്ളൂ അവൻ. പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി. അതുമല്ല വയ്യായിരുന്നു, ഒച്ച വരുമോ എന്നുള്ള ടെൻഷനും എല്ലാം കൊണ്ട്. എല്ലാവർക്കും അറിയാലോ ഞാൻ വലിയ ഗായികയൊന്നുമല്ല, അടുക്കളയിൽ നിന്ന് നേരെ വന്നതാണ്. അത്രയെങ്കിലും പറ്റിയല്ലോ. ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ്. താങ്ക് യു സോ മച്ച്. എല്ലാ പാരന്റ്സിനും ഗ്രാൻഡ് പാരന്റ്സിനും എന്റെ വക ഈ സോങ് ഞാൻ അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ജോജി അങ്കിളുടെ അവിടെ കാണാൻ പോവാം. ഗൈസ്, ഞാനേ അത്യാവശ്യമായിട്ട് എനിക്ക് സ്റ്റോറി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയനെയും വേദുവിനെയും മമ്മിയുടെ അവിടെ വിട്ടു. അവിടെ ഇപ്പോൾ ജോഗിനൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ആ ഫസ്റ്റ് മീറ്റിംഗ് ഒന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു. വേദുവിന് ടുട്ടുവിനെ ഞാനും കാണുമ്പോൾ ഉള്ളൊരു സർപ്രൈസ് റിയാക്ഷൻ, സർപ്രൈസ് അല്ല സന്തോഷ റിയാക്ഷൻ. എന്തായാലും ഇവിടെ വരട്ടെ അവർ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. ആന്റിയുടെ സൗണ്ട് വെളിവരെ കേൾക്കാം. സൗണ്ട് അല്ലേ? കോട്ടയം മൊത്തം ഫേമസാ. ഹലോ ഹലോ, ഹൂ ഈസ് ദിസ് ബ്യൂട്ടിഫുൾ ഗേൾ ആൻഡ് ബ്യൂട്ടിഫുൾ ബോയ്? രണ്ടുപേരും ബിഗായാ? ഹായ് ടുട്ടു. ഹായ് ഹായ് യാന. ഹായ്. എല്ലാരും പോയി ഫുഡ് കഴിച്ചോണം കേട്ടല്ലോ. ടുട്ടു വീടരുത്. വേദുവാണ് ലീഡർ അല്ലേ? ടുട്ടു വീഴാതെ നോക്കിക്കോണം. ഭയങ്കര വില്ലനാന്നാണ് പറയുന്നത്. ആണോ അങ്കിളെ? അവനോ? ഭയങ്കര ഇപ്പൊന്നുമില്ല, വന്നപ്പോ അനങ്ങത്തില്ലായിരുന്നല്ലോ. ഇപ്പം കണ്ടില്ല ചാടുവൊക്കെ കിടക്കുന്നത്. അവനോട് പറയണം വർത്താനം. ഒരാള് തന്നെ പോയി കേറുന്നു. ജോഗിന്റെ കാറിലല്ല കേട്ടാ. ടുട്ടു കേറും അവരിറക്കി വിടും. ടുട്ടു അതിലാണോ ഇതിലാണോ? പറ. പോയി ദേ പോന്നു. അപ്പൊ നമുക്ക് പോവാം. വാ ഡാഡി. ഹലോ, കൊറേ നാളായി ഡാഡിനെ കണ്ടിട്ട്. അതെ ഡാഡി, ഇന്ന് ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആണ്. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ഗ്രാൻഡ് സണ്ണിനെ കുറിച്ച് നല്ല മെമ്മറീസ് എന്തെങ്കിലും ഷെയർ ചെയ്യണം. അപ്പൊ വീട്ടിലെത്തിയിട്ട് ഷെയർ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു നല്ല മെമ്മറി വേദുവിനെ കുറിച്ചുള്ളത്, നമ്മൾ ട്രിപ്പ് പോയതോ ഡാഡിക്ക് എന്തെങ്കിലും ഓർമ്മ നിൽക്കുന്ന ഒരു കാര്യം. ആൻഡ് ഡാഡിയുടെ ഷർട്ട്, കുറെ ആൾക്കാർ പറയുന്നു ഡാഡിയുടെ ഷർട്ട് കണ്ടിട്ട് കുറെ നാളെ. എന്നാ ഡാഡി അടുത്ത ട്രിപ്പ് പോണേന്ന്? എന്നാ? എല്ലാം ശരിയാവട്ടെ അല്ലേ? ഓക്കെ. ഡാഡിയുടെ ഷർട്ട് കണ്ടിട്ട് കുറെ നാളായി കുറെ പേര് മെസ്സേജ് ചെയ്തു. അതുകൊണ്ട് ഡാഡിയുടെ ഷർട്ട് ഇന്നും കിട്ടുന്ന ഷർട്ടാണ് കേട്ടാ.
ഡോഗിനൊക്കെ നല്ല ഫുഡ് വേണം എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഗ്രാൻഡ് ഓൺട്രിയിലേക്ക് വന്നു. ഇവിടെ ഡോറ് ഭയങ്കര വലുതാണ്, നല്ല ഫുഡാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഗ്രാൻഡ് എൻട്രിയും അരിപ്പയൊക്കെ. തരുമോ കണ്ണാടി? പ്ലീസ് 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 പ്ലീസ്. ഇപ്പൊ ഇറങ്ങും, ഇപ്പൊ ഇറങ്ങും. ഇത് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. ഇത് ഡ്രൈ ഐസ് ഇട്ടിട്ടുള്ള ഒരു വാട്ടർമെലൺ ജ്യൂസ് ആണ് സ്റ്റാർട്ടർ ആയിട്ട്. ഇത് ഫ്രഞ്ച് അണിയൻ സൂപ്പും വന്നിട്ടുണ്ട്. അത് ജോജിനും ചോദിക്കും. ഞാൻ കഴിക്കില്ലേ വാട്ടർമെലൺ ജ്യൂസ്? ടുട്ടു കഴിക്കോ വാട്ടർമെലൺ ജ്യൂസ്? ഒരു രക്ഷയില്ല കേട്ടോ. ഇത് സീ ഫുഡ് ഗംബോ സൂപ്പും ഇത് ഫ്രഞ്ച് അണിയൻ സൂപ്പാണ്. രണ്ട് സൂപ്പർ. ഇത് മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇവരുടെ ഒരു അമേരിക്കൻ ഒരു തിക്ക് ചൗഡർ സൂപ്പൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നത്. സീ ഫുഡ് ഗംബോ സൂപ്പ്, പ്രോൺസും സ്ക്വിഡും ഉള്ളൊരു സംഭവം. എന്തായാലും ഫിഷ്, ക്രിസ്പി സ്ക്വിഡ്, അടിപൊളിയല്ലേ അല്ലേ? ആ അതാ പറഞ്ഞേ, മനസ്സിലായ? സ്വിറ്റ്സർലൻഡ് പോലെ ഒന്നല്ല ഞങ്ങളുടെ കൊച്ചി. അതാണ് ഇങ്ങോട്ട് ഫുഡ് കഴിക്കാനല്ലേ വരുന്നത്. ആ ഇത് ഒരു രക്ഷയില്ല. ഇതും ഔട്ട്സ്റ്റാൻഡിങ് ആണ്, സൂപ്പർ. ഓ വേദന സ്വിറ്റ്സർലൻഡിലെ ആൾക്കാർ വന്നപ്പോഴേക്കും വലിയ സായിപ്പായി കേട്ടാ. എല്ലാരും അങ്ങനെയാന്ന് ഇപ്പൊ. യമ്മിയല്ലേ? ഓ എങ്ങനെയുണ്ട് ജോജി ഞങ്ങളുടെ ബീഫ്? സൂപ്പർ കേട്ടാ. ഇതും ട്രൈ ചെയ്യണം കേട്ടോ. ഒരു ബീഫ് പൊള്ളിച്ചതാണ്, നല്ല വരട്ടി ബനാന ലീഫിൽ പൊള്ളിച്ച് ഫുൾ പാക്ഡ് വിത്ത് ഫ്ലേവേഴ്സ്. അതുപോലെ തന്നെ ഇവിടെ ആലപ്പി ഫിഷ് കറി കൊള്ളാവാ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവിടുത്തെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇടയ്ക്കെങ്ങാണ്ടേ വന്നിട്ടുള്ളൂ, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിപ്പോയി. ഇതാണെങ്കിൽ നല്ലൊരു മാങ്ങയുടെ പുളിയുണ്ട്, നല്ല ഫ്രഷ് ആവോലി മീനാണ്. ബീഫിന്റെ മണമാണെങ്കിലും ആ കളറാണെങ്കിലും എവറിത്തിങ്. ഇവിടെ ബീഫിന്റെ ടെക്സ്ചർ ആണെങ്കിൽ പോലും. നിങ്ങൾ വെളിയിൽ നിന്നൊക്കെ വന്നിട്ടേ ഇവിടെ എന്തെങ്കിലും നല്ലൊരു ഫുഡ്, എനിക്ക് ബാക്കിയുള്ള ഫുഡൊന്നും എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഇവിടുത്തെ, പക്ഷെ കേരള ഫുഡ് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. ഈവൺ അവരുടെ പൊറോട്ട ഉണ്ടാ, ഒരു നൂൽ പൊറോട്ട പോലത്തെ സംഭവം, ഭയങ്കര ഫ്ലേക്കിയാണ്. എല്ലാം ഔട്ട്സ്റ്റാൻഡിങ്, എല്ലാവരും ഹാപ്പിയാണ്. നൈറ്റ് ഫിനിഷായിട്ട് ഒരു ഡാൻസിങ് ഇളനീർ പുഡിങ്. അപ്പോൾ ഇതുപോലെ ഡാൻസ് ചെയ്യോ? ഇതുപോലെ ജോജിൻ ഡാൻസ് ചെയ്തതുപോലെ അത് അനങ്ങുന്നില്ല. 3 പേരും വിടാം. ബൈ പറഞ്ഞോ, എല്ലാരോടും ബൈ പറഞ്ഞ. പോവാനാടി, പോവാം. ബൈ ബൈ, സീ യു. ബൈ. ഡാഡിനെ ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ കൊടുത്ത് ഹഗ് ചെയ്യ്. കൊടുക്ക് ഗ്രാൻഡ് ഫാദർ ആണ്. വാ, ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ കൊടുക്ക്. ഗ്രാൻഡ് ഫാദർ ഡേ ആണ്. പറ ഹാപ്പി. ഇനി ഡാഡി പറ ആദ്യമേ. വേദുവിന്റെ ഒരു ഓർമ്മ. വേദുവിന്റെ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഹയാസി വെച്ചെടുത്ത ചിരിച്ചോണ്ടിരിക്കുന്ന പടവേ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ. അതാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. പിന്നെ അവൻ്റെ കുറുമ്പ് കാരണം ഒരു പ്രാവശ്യം അങ്കമാലി റിസോർട്ടിൽ താമസിച്ചപ്പോൾ എൻ്റെ റൂമിൽ അവനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കൊണ്ട് തന്നു. അവിടെ വെച്ച് എൻ്റെ തലമുടിയൊക്കെ പിടിച്ചു വലിച്ചു പൊക്കി. 1.5 വയസ്സേ എങ്ങാണ്ട് ഉണ്ടാവുള്ളൂ ആ സമയത്ത്. മുടി പൊങ്ങിയിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, പില്ല വെച്ച് എറിഞ്ഞെറിഞ്ഞ് കളിക്കുകയായിരുന്നു. പിന്നെ വേദുവിന് ഫസ്റ്റ് വാങ്ങിയത് ഹോസ്പിറ്റലിൽ നിന്ന് കയ്യിൽ വന്നത്, ആദ്യം പ്രസവിച്ച് എൻ്റെ കയ്യിലാണ് കൊണ്ട് തന്നത്. അതെ, ഓർമ്മ എനിക്ക്. പിന്നെ അതൊന്നും മറക്കാൻ പറ്റില്ല. ഒരു അത് എൻ്റെ, അത് മാത്രമല്ല എന്റെ നക്ഷത്രത്തിൽ തന്നെ ജനിച്ചതാണ്. അതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തത്. പിന്നെ ഡാഡിയുടെ കാല് പാരീസ് വെച്ച് വയ്യാതായപ്പോ അവൻ ചോദിച്ചു നടന്നത് ഓർമ്മയുണ്ടോ? പിന്നെ അവിടെ സൗത്ത് കൊറിയയിൽ വെച്ച് രാത്രി എന്റെ ഷുഗർ ഡൗൺ ആയി. അപ്പൊ അവന് മിൽക്കിന്റെ എന്തോ ഡ്രിങ്ക് എങ്ങാണ്ടോ വാങ്ങിച്ചു വെച്ചിരുന്നു. അവന് നിങ്ങളുടെ റൂമിൽ പോയി ഫ്രിഡ്ജ് തുറന്ന് അത് എടുത്തോണ്ട് വന്ന് ഡാഡി ഇത് കുടിക്കെന്ന് പറഞ്ഞു. ഓ, അത് പക്ഷെ ഉള്ളത് എല്ലാരും ഭയങ്കര കെയറിങ്. അറിയാം എല്ലാരെയും
നോക്കാനൊക്കെ അവനറിയാം, എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കാനും ചെയ്യാനും അതൊന്നും അവനൊരു മടിയില്ല. ഇല്ല. അതേ കാല് വയ്യാത്തപ്പോ അവൻ കൈ പിടിച്ച സ്റ്റെപ്സ് ഇറക്കുന്നത്. സൂക്ഷിച്ച് അവൻ പറയും എപ്പോഴും, സൂക്ഷിച്ച് ഡാഡി സൂക്ഷിച്ച്. അപ്പൊ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് വേദുവിന് അല്ലേ? പിന്നെ ഓക്കെ ഡാഡി. ഇനി മമ്മിയുടെ എല്ലാം നമുക്ക് ലവിങ് ആയിട്ടുള്ള ഓർമ്മകളാണ്. വേദു മമ്മിക്ക് ആദ്യമേ ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ ഒന്ന് ഹഗ്ഗിങ് കൊടുക്ക്. അവനെ കുറിച്ച് ഒന്നും പറയാനില്ല, എല്ലാം നല്ല മിടുക്കം കുട്ടിയാ. പക്ഷെ കുറച്ച് ദേഷ്യം കൂടുതലാ. അത് ദേ ഇവിടെ നിന്ന് കിട്ടിയതാ. വാശിയും കൂടുതലാ. എന്റേതല്ല. വെരി ലവിങ്, വളരെ കെയറിങ് ആണ്. വളരെ കെയറിങ് ആണ്. എവിടെയെങ്കിലും ഇപ്പം എനിക്കും കാല് വയ്യാണ്ടായി, അങ്കിളിനും കാല് വയ്യാണ്ടായി, അവൻ പിടിച്ചോണ്ട് നടക്കണതൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ വല്ലാതെ ഫീൽ ചെയ്യും. അത്ര നല്ല കുട്ടിയാ. എന്നെ ഫോൺ ചെയ്ത് ചോദിക്കും സൂക്ഷിക്കണേ, ചൂടുവെള്ളം കുടിക്കണേ. അതുകൊണ്ടിട്ടാടാ, കാല് വയ്യാത്ത കൊണ്ടാ അമ്മമ്മ വരാത്തത്. സൂക്ഷിക്കണേ. അപ്പൂപ്പന്റെ കാല് ശരിയായി, നമ്മുടെ കാല്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ഇതെല്ലാം നമ്മളെല്ലാരും കൂടെ ഓർമ്മ, നമ്മളാ ഹൈക്കിങ്ങിന് പോയത് ജാക്കോപ്പൈനില് വേദുവിനെ തള്ളിക്കൊണ്ട്, എന്നിട്ട് നമ്മള് എല്ലാരും കൂടെ റോഡിൽ നിന്ന് വേദുവിന് ഫുഡ് കൊടുത്ത ഓർമ്മയുണ്ടോ? നച്ചും പാത്തും ഒക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച്, എന്നിട്ട് അവന് പുറയില് പോയി പാലൊക്കെ കുടിപ്പിച്ചതല്ലേ. ഞാൻ എടുത്തോണ്ട് നടന്ന് നിങ്ങൾ എല്ലാരും കൂടെ ഡാൻസ് ചെയ്ത് റോഡില്. അപ്പൊ അങ്ങനെ കുറെ നല്ല മെമ്മറീസ് ഉണ്ട്. വെരി ലവിങ് പേഴ്സൺ ആണ്, പക്ഷേ അത്രേ ഉള്ളൂ. അവന്റെ അടുക്ക നാക്കില് നിന്ന കാര്യങ്ങൾ നടത്താം ഇതുപോലെ. അല്ലമ്മ, ഞാൻ പ്രിയയുടെ അടുത്ത് നിൽക്കുന്ന പോലെ. അല്ലമ്മ, അല്ലേ? അവനോട് നമ്മളെല്ലാം എന്ത് വേണമെന്ന് ചോദിച്ചാലും അവൻ സ്നേഹത്തിൽ കൊണ്ടുതരും. പിന്നെ എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് മമ്മിക്ക് കാലിന് എന്ത് പറ്റിയെന്ന്. കാലിന് എനിക്കൊരു ചെറിയ സർജറി, എന്താ പറയാ, നീ റീപ്ലേസ്മെന്റ്, മുട്ട് മാറ്റി വയ്ക്കില്ലേ. എനിക്ക് കുറച്ച് കാലിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്കിളിന് കാല് ശരിയാ. എന്റെ കാലിലെ ഒരു സർജറി, ഓപ്പറേഷൻ വന്നു. അത് മമ്മയുടെ കാലിന്റെ മുട്ടിന്. അപ്പൊ മമ്മയുടെ കാലിന് നീ റീപ്ലേസ്മെന്റ് ആണ്, സർജറി ഒക്കെ ഓക്കെ ആണ്. ഇപ്പൊ റിക്കവറി പീരീഡിലാണ്. ഇപ്പൊ 1 മാസം കഴിഞ്ഞു. ഇനി എത്ര മാസമാണ് റിക്കവറി പീരീഡ്? ശരിക്കും ഡോക്ടർ പറഞ്ഞ 3 months. ഓക്കെ. പക്ഷെ എണിച്ചൊക്കെ നടക്കണം, നിർബന്ധമായിട്ട് നടക്കണം, എല്ലാ വർക്കും ചെയ്യണം. ഇല്ലില്ല, 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, സ്റ്റെപ്സ് ഒക്കെ പതുക്കെ പെയിൻ ഉണ്ട്, നല്ല പെയിൻ ഉണ്ട്. എന്ന് റെഡി ആവും മമ്മി? 3 months. ഓക്കെ. 3 months കഴിഞ്ഞാൽ പറക്കുവോ? 3 months കഴിഞ്ഞാൽ ഓടണം. ഓ, അടിപൊളി. അപ്പൊ ഓക്കെ, എല്ലാ ഗ്രാൻഡ് പാരന്റ്സും ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ അല്ല? അല്ല, അപ്പൊ എല്ലാവർക്കും സ്റ്റേ ഹെൽത്തി. ഓഫ്, ആ മൈക്കുണ്ട് എന്റെ വേദു. എല്ലാവരും ജെബി പൊട്ടിപ്പോയി കാടും. ബൈ ബൈ.